എല്ലാരും കൂടി മാറിയിട്ടാ അയലരികത്ത് വളകിലിക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് തുളിയെടുക്കുമ്പോ ഒരു ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വർക്കലയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റേ ചെയ്യണ സ്ഥലത്താട്ടോ. അപ്പോൾ ഇന്നലെ ചെറിയ ഷോർട്സിലൂടെ കുറച്ച് സ്റ്റേ ചെയ്യുന്ന റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റുള്ളൂ വാക്കിന്. അപ്പോൾ ഇത് റെസിഡൻസിയുടെ പേര് പാം വ്യൂ റെസിഡൻസി എന്നാട്ടോ. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ റൂം നമുക്ക് അപ്പുറത്ത് 2 റൂമായിട്ട് എടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണി. ഇപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള വ്യൂവും റൂമൊക്കെ സൂപ്പറാണ്. പക്ഷെ ആകെ അലമ്പിയ കാരണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ബീച്ചിൽ പോകണം. എന്നിട്ട് ആ ബീച്ച് വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ ഒരു ഐലൻഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, കമോൺ. Going to Varkala trip. എല്ലാം കഴിക്കാം. പണ്ടാരുടെ കൈ സ്റ്റെപ്പ് മാത്രമല്ലോ. അയ്യോരൊന്നും സ്റ്റെപ്പാ. ഗൈസിന്റെ ഒരു കുളി കഴിഞ്ഞു. ഇതിപ്പോ 2ാമത്തെ കുളിയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി പോകാൻ പോണത് സാമ്പ്രാണിക്കൊടിയാണ്. അപ്പം ബാക്കിങ്ങിന്റെ തിരക്കിലാട്ടോ. അയ്യോ ഗൈസ്, അങ്ങനെ ആറ്റുനോറ്റ് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും സമയം ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കണ്ടില്ലേ, നല്ല നട്ടുച്ചയ്ക്കാണ് നമ്മൾ ബോട്ടിങ്ങിന് ഒരു വെറൈറ്റിക്കൊക്കെ പോകുന്നത്. ആരെത്ര വെറൈറ്റി ഇഷ്ടപ്പെടാത്തില്ലേ. എനിവേ നമ്മൾ വന്ന വഴി തന്നെ ഫുഡിന്റെ സ്ഥലം ഇവിടെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചാൽ എനർജി വന്നിട്ട് വേണം നമുക്ക് ആ എനർജിയിൽ ബോട്ടിൽ കയറി പോവാൻ. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഫുഡ് കഴിച്ചിട്ട് എടുക്കാം കേട്ടോ. സോ കം ഓൺ. ടെർമിനൽ 1. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് കണ്ണൊന്ന് ഉണർന്നത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ കാണുന്ന ഐലൻഡില്ലേ, അവിടോട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോഴെന്ന് അറിയില്ല. നമ്മളെല്ലാവരും ബോട്ടിൽ അവിടെ പോവും. അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് വെള്ളത്തിലിറങ്ങി പർച്ചേസ് ഒക്കെ ചെയ്യാം ഗൈസ്. അവരുടെ വെറൈറ്റി ആയിട്ടില്ലേ. അതുപോലെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ അടിയിൽ വന്ന് പാർക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മൾ മേലെയാട്ടാ പാർക്ക് ചെയ്തത്. അപ്പോൾ അതേ എല്ലാവരും ഫുഡ് കഴിച്ച് ഇങ്ങനെ വരുന്നതാണല്ലോ. ഇതെങ്ങനെയുണ്ട്? നല്ല കൊടുപ്പ് ഗൈസ്. ഇതിന് ലിങ്കില്ല. നേരെ എടുത്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ കയറുമ്പോൾ കാണാം. അപ്പോൾ ടിക്കറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്കിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ വയ്യ. അപ്പൊ അതെ, 1200 രൂപ 8 ആൾക്ക് കിട്ടാം. അപ്പൊ ഒരാൾക്ക് എത്ര? 150 രൂപയാണ് തന്നെ. അപ്പൊ നമുക്ക് അതാണ് നമ്മുടെ ബോട്ട്. ലെറ്റ്സ് ഗോ ടു ദി ബോട്ട്. നമ്മളെല്ലാരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആണ് കേട്ടാ. ഞാൻ ഫസ്റ്റ് തന്നെ സീറ്റ് പിടിച്ചു. നല്ല വ്യൂ. ഇവിടെ ഒരു പാലം കാണാണ്ട് അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി. ഇതാണോ പ്ലാറ്റ്ഫോം? ഈ സാധനം ഊരാല്ലേ? അപ്പൊ നല്ല ആഴുണ്ടല്ലോ ചില സ്ഥലത്ത്. നോക്കി അവരെന്തോരം മുങ്ങിയേക്കണെന്ന്. അപ്പൊ നമ്മള് നടക്കാൻ പോവാണ്. നല്ല രസമുണ്ട്. ഞാൻ ചിലപ്പോ ഒഴുകി പോവും ഈ ചെരുപ്പിട്ട് കഴിഞ്ഞാലേ.
നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. താഴെ ചെളി പോലെ. ഇവിടെ കണ്ട കുഞ്ഞു കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ബോട്ടിങ്ങിനെ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഒരു പേഴ്സന് 100 രൂപ വെച്ചിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ചുറ്റി കാണിക്കും. അതെ, വള്ളത്തിൽ പോവാണ് ഗൈസ്, വള്ളത്തിൽ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ ഗൈസ്. നമ്മൾ കണ്ടിട്ട് ബാക്കിൽ പിന്നിൽ ആൾക്കാരൊക്കെ കാണുന്നു. അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ആയിരിക്കുന്നു. ബോട്ടാണെന്നുണ്ടെങ്കിലും മോട്ടോർ വെച്ചിട്ടാലോ ഒന്നും ഞാൻ വെച്ച് തുഴഞ്ഞു പോയിരിക്കുന്നു. എടാ ഉച്ചയാണെങ്കിലും ആ ഉച്ചക്കത്തെ വെയിലില്ല, ഒരു 4 മണിയിലത്തെ ഒരു സുഖം. പറഞ്ഞത് ഒരു മഴയൊന്നും പെയ്യല്ലേ. നമ്മളങ്ങനെ കണ്ടൽക്കാടിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ആ കാണുന്ന കണ്ടൽക്കാടില്ലേ, അതിനുള്ളിൽ ഒരു വീടൊക്കെ ഉണ്ട്. എല്ലാരും കൂടി വളകിലെക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് തുളിയെടുക്കുമ്പോ ഒരു ബേർഡ്സ് ഒന്നുമില്ല, അമ്മിങ്ങുള്ളി. അപ്പൊ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റ് ആയാണ്, ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇത്. കാരണം അത്രയും അടിപൊളിയാണ്. എസ്പെഷ്യലി ബോട്ടിൽ പോകണം. നമുക്ക് ബോട്ടിൽ പോകുമ്പോ റേറ്റ് പറയുമ്പോ ഇത്തിരി പ്രശ്നം പോലെയൊക്കെ തോന്നും, പക്ഷെ അതാണ് ഒടുക്കത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.